കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു കാര്യമില്ലാതെ ഞാൻ എന്തിനിതിന്റെ പുറകെ തൂങ്ങുന്നെന്ന് നീ സംശയിക്കും. അതും വേണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ ഇതിപ്പോ തന്നെ നീ വാങ്ങും. അല്ലെന്നാണെങ്കിൽ നീ വേണ്ടാന്ന് പറഞ്ഞു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ഒന്ന് നിക്ക് ചേച്ചി. അമ്മ എത്തിയോ? പെട്ടെന്ന് വാമേ, അങ്ങോട്ട് നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? നെക്ലസും കഴുത്തേലിട്ട് അവൾ ആസ്വദിക്കുക. ഇനിയെങ്കിലും അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കൂ. അവള് തന്നെ ഇത് ഓർഡർ ചെയ്തത്. ഇനി എനിക്ക് അമ്മയോടൊന്നും പറയാനില്ല. തന്നെ താനെ മനസ്സിലാക്കിക്കോ. കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോ അവളുടെ തനി സ്വഭാവം പിടികിട്ടിയല്ലോ. ദേവൻ എവിടെ നിന്നേ? എന്താ അമ്മേ? സ്വർണ്ണക്കടക്കാരന് 5 ലക്ഷം കൊടുക്കണം. എനിക്കൊരു ചെക്ക് ഒപ്പിട്ടതാ. ആ ശരി അമ്മേ, ചെക്ക് ബുക്ക് മോളിലാ ഉള്ളത്. അത് സൈൻ ചെയ്തെടുത്തോണ്ട് വരാം. ദേവാ, എന്താ ഏതാന്നൊരു ചോദ്യം പോലും ഇല്ലാതെ 5 ലക്ഷം എടുത്ത് തരാൻ പോവാണോ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? ചെക്ക് പവർ എൻ്റെ കയ്യിലായതുകൊണ്ടാണോ? ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ അതിൽ സൈൻ ചെയ്തെടുക്കും. അങ്ങനെയുള്ളപ്പോ അമ്മയോട് അത് എന്തിനാന്ന് ചോദിക്കാൻ ഞാൻ ആരാ? അമ്മ എന്തെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ. മോന് എന്റെ വില മനസ്സിലാവുന്ന പോലെ മരുമോൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ അമ്മ ഉണ്ടായത്? വൈദേഹി സ്വർണ്ണക്കടക്കാരനെ വിളിച്ച് നെക്ലസ് ഓർഡർ ചെയ്തിരുന്നു. കടക്കാരനത് വീട്ടിൽ കൊണ്ട് തരുന്നത് വരെ അവളത് ബുക്ക് ചെയ്തത് പോലും ഞാൻ അറിഞ്ഞില്ല. നെക്ലസ് വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചോദിച്ചിട്ട് എത്ര വേണേലും വാങ്ങിച്ചോട്ടെ. പക്ഷെ വീട്ടിൽ മുതിർന്നവരുള്ളപ്പോ ഒരു ചോദ്യം പോലും ഇല്ലാന്ന് വെച്ചാല്. അമ്മേ, വൈദേഹി അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല. പ്രേമിച്ചു കിട്ടിയതല്ലേ, പെട്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയതായതുകൊണ്ട് നിനക്കും അവളോട് ചോദിക്കാൻ ബുദ്ധിമുട്ട് കാണും. ആർക്കൊന്നും പറയാൻ കഴിയില്ല എന്നറിയാവുന്നോണ്ടാ ആരോടും ചോദിക്കണമെന്ന് പോലും തോന്നാത്തെ. എനിക്കും അവളെ ഒന്നും പറയാൻ പറ്റിയില്ലടാ. അതിന് കാരണം നിനക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടാ. സാരമില്ലടാ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വർണ്ണക്കടക്കാരൻ എത്രയും പെട്ടെന്ന് 5 ലക്ഷം അയക്കും. വൈദേഹി അങ്ങനെ പറയാതെ ഒന്നും എങ്ങനെയുണ്ട്? ഓ, അപ്പൊ തന്നെ ഇട്ട് നോക്കലും കഴിഞ്ഞോ? പിന്നെ ഇട്ട് നോക്കണ്ടേ ദേവേട്ട? അമ്മ ഇഷ്ടത്തോടെ തന്നതല്ലേ, ഇനി വേണം അമ്മയെ ഒന്ന് കാണിക്കാൻ. വൈദേഹി സ്വർണ്ണക്കടക്കാരനെ വിളിച്ച് നെക്ലസ് ഓർഡർ ചെയ്തിരുന്നു. കടക്കാരനത് വീട്ടിൽ കൊണ്ട് തരുന്നത് വരെ അവളത് ബുക്ക് ചെയ്തത് പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒന്ന് അമ്മയെ കാണിച്ചിട്ട് വരാട്ടെ ദേവേട്ട. ഇപ്പൊ വരാവേ. നീ എന്താ പറഞ്ഞേ?
അമ്മ ഇഷ്ടത്തോടെ വാങ്ങിച്ചു തന്നു. അതെ ദേവേട്ടാ. എന്നുവെച്ചാ നീ ഓർഡർ ചെയ്ത് വാങ്ങിയതല്ലേ ഇത്? ഞാനോ? ദേവേട്ടനോടും അമ്മയോടും പറയാതെ ഞാൻ എങ്ങനെ വാങ്ങിക്കാനാ? ഇത്രയും വിലയുള്ള നെക്ലസ് ഓർഡർ ചെയ്ത് വാങ്ങിക്കാനുള്ള കൊതിയൊന്നും ഇപ്പൊ എനിക്കില്ല. അമ്മ വൈദേഹിയെ ഓർഡർ ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ വൈദേഹി പറയുന്നു അമ്മ ഇഷ്ടത്തോടെ വാങ്ങിച്ചു തന്നു. എന്തു പറ്റി ദേവേട്ടാ? ഈ നെക്ലസ് അമ്മയാണോ നിനക്ക് കൊണ്ടു തന്നെ? അല്ല, അമ്മ തന്നതാന്നും പറഞ്ഞ് ഊർമിള ചേച്ചി കൊണ്ടു തന്നതാ. ഇപ്പോഴാ ജീവൻ തിരിച്ചു കിട്ടെ. അപ്പോ വൈദേഹി വാങ്ങിയതാണെന്ന് അമ്മയോടും അമ്മ വാങ്ങിയതാണെന്ന് വൈദേഹിയോടും പറഞ്ഞ് ഇടങ്കോലുണ്ടാക്കുന്നത് ഊർമിളേച്ചയാ. അപ്പൊ കടക്കാരനെ വിളിച്ചു ചോദിച്ച സത്യം എന്താന്ന് പുറത്തു വരും. പിന്നെ എന്തു പറ്റി ദേവേട്ടാ? ഒന്നുമില്ല. ഹലോ, രാഘവേട്ടാ, ഇത് കൊട്ടാരം വീട്ടിൽ നിന്ന് ദേവനാ സംസാരിക്കുന്നേ. എന്താ സാർ? പറയൂ സാറേ. ഒരു നെക്ലസ് ഡെലിവറി ചെയ്തില്ലായിരുന്നോ? അതിന്റെ ചെക്ക് ഇവിടെ ഒന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ സാർ, ഇപ്പൊ തന്നെ വരാം. സാറേ, സാറേ, സാറേ. നിങ്ങളാരെ? ഇവിടെ ഒന്ന് ചെക്ക് വാങ്ങിച്ചോളാൻ രാഘവേട്ടൻ പറഞ്ഞയച്ചാ എന്നെ. ഓ, രാഘവേട്ടൻ അയച്ച ആളാണോ? പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞിട്ട്? രാഘവേട്ടന് വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നോട് പറഞ്ഞേ. ശരി, ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഓക്കെ സർ. അമ്മേ, എന്തു? വൈദേഹി. എന്താ ദേവാ? വൈദേഹി ഒരു നെക്ലസ് വാങ്ങിയില്ലായിരുന്നോ? അതിന്റെ ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ അയാള്. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചങ്ങ് കൊടുത്തേക്കാന്ന്. ഇതിനെന്തിനാടാ എല്ലാരെയും വിളിക്കുന്നേ? അത് വേണം. എന്തു? ഊർമിളെടുത്തി മുകളിലുണ്ടായിരുന്നല്ലേ? സത്യത്തിൽ ഏറ്റവും ആദ്യം വിളിക്കേണ്ടത് ഊർമിളെടുത്തി തന്നെയായിരുന്നു. ഒന്ന് താഴ്ത്തിക്ക് വരാമോ? എന്തിനാ ഇവൻ ഈ ഓവർ ആക്ഷൻ കളിക്കുന്ന? എന്തോ വലിയ കാര്യമുണ്ടല്ലോ. താനാ രാഘവേട്ടനെ ഒന്ന് വിളിച്ചേ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. ഇയാള് രാഘവേട്ടന്റെ കടയില്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നീ ചെക്ക് കൊടുത്തേക്ക്. അതിനു മുമ്പ് രാഘവേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. നീ വേഗം ഒന്ന് വിളിക്കേ. ഹലോ രാഘവേട്ടാ. ഹലോ രാഘവേട്ടാ, ഞാൻ കൊട്ടാരം വീട്ടിൽ നിന്ന് ദേവനാ. നമസ്കാരം സാറേ. കുറച്ച് തിരക്കുള്ളോണ്ടാ വരാണ്ടിരുന്നേ. വാസുദേവന്റെ ചെക്ക് കൊടുത്തു വിട്ടേക്ക്. ഇവൻ എന്തിനാ സ്വർണ്ണക്കടക്കാരന് ഫോൺ ചെയ്തേ? ആയിക്കോട്ടെ രാഘവേട്ടാ, ഒരു ചെറിയ ക്ലാരിഫിക്കേഷന് വേണ്ടിയാ ഇവിടുന്ന് ഫോൺ ചെയ്ത് ആരാ ചേട്ടനോട് നെക്ലസ് ഓർഡർ ചെയ്തേ? ഏളെ മരുമോളാണെന്നാ പറഞ്ഞേ. അത് സാറിന്റെ ഭാര്യയല്ലേ? ഞാൻ എപ്പോഴാ നെക്ലസ് ഓർഡർ ചെയ്തേ? അമ്മ വാങ്ങിച്ചെന്നു പറഞ്ഞിട്ട്. അത് കുഴപ്പമില്ല രാഘവേട്ടാ. രാഘവേട്ടൻ ഈ കോള് കട്ട് ചെയ്തിട്ട് രാഘവേട്ടനെ ഇവിടുന്ന് വിളിച്ച നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചാൽ നന്നായിരുന്നു. ആയിക്കോട്ടെ ദേവ സാറേ, ഇപ്പൊ തന്നെ വിളിക്കാം. കടക്കാരന് ഫോൺ ചെയ്തത് എന്റെ നമ്പറിൽ നിന്നല്ലേ? അപ്പോ അയാള് വിളിച്ച എന്റെ ഫോൺ അടിക്കുമല്ലോ. എന്തിനു വേണ്ടിയ ദേവ ഇതൊക്കെ? അമ്മ കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കാമേ.
ഇതെന്താ ഏടത്തി? ഏടത്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നേ? ഇതാ സ്വർണ്ണക്കടയിൽ നിന്നല്ലായിരിക്കും അല്ലേ? മറ്റാരെങ്കിലും ആയിരിക്കും. പക്ഷെ അയാളായിരിക്കുന്ന എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. രാഘവേട്ടന് ഫോൺ ചെയ്തത് വൈദേഹിയല്ലടാ. അപ്പൊ വൈദേഹിയുടെ ഫോണിലേക്കല്ലേ കോള് വരൂ? അത് വേറെ ആരെങ്കിലും വിളിക്കുന്നതോ? ഹലോ സാറേ, രാഘവേട്ടാ, നിങ്ങളുടെ കടയിൽ നിന്ന് നെക്ലസ് ഓർഡർ ചെയ്തത് ഈ നമ്പറിൽ നിന്നായിരുന്നു അല്ലേ? അതെ സാറേ. താങ്ക്സ് രാഘവേട്ടാ. ആയിക്കോട്ടെ സാറേ. ഇതെന്താ ഊർമിളെ, നെക്ലസ് ഓർഡർ ചെയ്തത് വൈദേഹിയാണെന്ന് പറഞ്ഞിട്ട് എന്തിനായിരുന്നു ഈ കള്ളക്കളി? ഇപ്പൊ അമ്മയ്ക്ക് കാര്യം പിടികിട്ടില്ലേ? വൈദേഹി ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. അതും ശരിയാടാ. നിനക്ക് എന്തിന്റെ കേടാ ഇത്? നീ കാരണം വൈദേഹിയെ ഞാൻ ഒരു കാരണമില്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പോഴാ കാര്യം പിടികിട്ടേ. പുതിയ കളക്ഷൻ നെക്ലേസ് വല്ലതും വന്നിട്ടുണ്ടോ? ഊർമിള ചേച്ചി നെക്ലേസ് ബുക്ക് ചെയ്തിട്ട് നിനക്ക് തരാൻ പറഞ്ഞ് അമ്മയാ ഇത് തന്നുവിട്ടത്. എടുത്തോ. അമ്മ തന്നതാന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. കുറച്ചു മുമ്പ് ഫോൺ ചെയ്ത് ഓർഡർ ചെയ്യുന്നത് ഞാനും കേട്ടിരുന്നു. ഞാൻ ബുക്ക് ചെയ്തതാന്ന് അമ്മയോട് പറഞ്ഞ് എനിക്ക് ചീത്തപ്പേര് വാങ്ങിച്ചു തരാൻ നോക്കായിരുന്നല്ലേ? നീ ഒരിക്കലും നന്നാവില്ലേ ഊർമിളെ? വൈദേഹി എല്ലാരും നല്ലത് പറയുന്നത് സഹിക്കാഞ്ഞിട്ട് നീ ചെയ്തതല്ലേ ഇത്? ഇവൾ ഇതുപോലൊക്കെ ചെയ്തില്ലെങ്കിലെല്ലാം അതിശയമുള്ളൂ. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയല്ലേ? ഛേ, കയ്യോടെ പിടികൂടിയല്ലോ. എന്റെ ഫോണിൽ നിന്ന് അയാളെ വിളിച്ചത് എത്ര വലിയ വിവരക്കേടാ. വൈദേഹിയുടെ ഫോൺ മേടിച്ച് ചെയ്താ മതിയായിരുന്നു. ഛേ, നാണക്കേട്. നാണമില്ലേ നിനക്ക്? കൊച്ചു കുട്ടിയെ പോലെ. അമ്മേ, ഊർമിളേച്ചി ഒന്നും പറയണ്ട. ഇതിൽ ഊർമിളേച്ചി തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. ഫോൺ ചെയ്തത് ചേച്ചിയുടെ ഫോണെന്നാന്നേ ഉള്ളൂ. പക്ഷെ ബുക്ക് ചെയ്തത് ചേച്ചി അല്ല അമ്മേ, ഞാനാ. എന്തു പറ്റി? ഇവളെന്തിനാ ഇതെടുത്ത് തലവെക്കുന്നു? നീ എന്താ വൈദേഹി പറയുന്നേ? നീ എന്തിനാ ഏട്ടത്തിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് ബുക്ക് ചെയ്യുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറയാൻ ദേവേട്ടാ. പക്ഷെ ഫോൺ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. പാവം ഊർമിളേച്ചി ഒന്നും പറയല്ലേ. ആ ചേട്ടൻ ചെക്കിന് വേണ്ടി വന്നതല്ലേ, അത് പെട്ടെന്ന് കൊടുത്തയക്കാം. എന്നാ ശരി സർ. വൈദേഹി, നീ സത്യം പറയ്, നീ തന്നെയാണോ ഫോൺ ചെയ്തേ? അവളത് പറഞ്ഞില്ലേ? വെറുതെ അങ്ങ് പറയൂ അവള്. വല്ലവരുടെയും കുറ്റം ചുമക്കാൻ അവക്കെന്താ വട്ട? പോട്ടെ, നെക്ലസ് ഓർഡർ ചെയ്തപ്പോഴും നീ പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ, വലിയ കാര്യം. എന്തു ചെയ്യാനാ? ചില സമയത്ത് മറ്റുള്ളവരുടെ തെറ്റിന് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും.
ദേവേട്ടാ, എന്തിനായിരിക്കും എന്റെ തെറ്റ് അവള് സ്വീകരിച്ചത്? ഞാൻ അവളോട് കാണിച്ചതിന് എന്നെ അവള് ബുക്ക് ചെയ്യല്ലായിരുന്നോ വേണ്ടത്? എന്താ സ്വയം കുറ്റമിട്ടെടുത്തുകൊണ്ട് ചേച്ചിയെ രക്ഷിച്ചത് എന്തിനായിരിക്കും എന്നല്ലേ ആലോചിക്കുന്നത്? ചേച്ചി ചെയ്ത പണിക്ക് കിട്ടിയ സമയം കൊണ്ട് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഊർമിളേച്ചി അവിടെ നാണം കിടുമ്പോ ഈ കുടുംബത്തിനും കൂടി അതിന്റെ മാനക്കേട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാവുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ സമ്മതിച്ചത്. അതിനു മുന്നേ ജോലിക്കാരന്റെ കാര്യത്തിലും ചേച്ചി ഇത് തന്നെയാ ചെയ്തേ. അമ്മ എന്നെ 4 വഴക്ക് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? ഓ, എന്നെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതിനു വേണ്ടിയാണെങ്കിൽ ഇത്രയും പാടുപെട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി. ചേച്ചി കുറച്ച് നന്നായ എല്ലാം ശരിയാവും. ഇളയ മരുമകൾ മാത്രല്ല, എന്റെ മൂത്ത മരുമകൾ അതിനേക്കാൾ നല്ലതെന്ന് പറയിപ്പിക്ക്. ഈ ഒരു വട്ടം ഞാനങ്ങ് പോട്ടേന്ന് വെച്ചതാ. ഇനി ഒരിക്കൽ കൂടി എന്നെ ഇതുപോലെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാ ഈ വീടിന് മാനക്കേടുണ്ടാവാത്ത രീതിയിൽ എങ്ങനെ ചേച്ചിയെ പാഠം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. സൂക്ഷിച്ചിരുന്നു. ഫോൺ ചെയ്തത് ചേച്ചിയുടെ ഫോണെന്നാന്നേ ഉള്ളൂ. പക്ഷെ ബുക്ക് ചെയ്തത് ചേച്ചി അല്ലമ്മേ, ഞാനാ. വീട്ടിൽ വന്ന പുതുക്കത്തിൽ എന്തൊരു വിനയമായിരുന്നു. പക്ഷെ മരുമകളുടെ സ്ഥാനം കിട്ടിയ പിന്നെ അവളാകെ മാറിപ്പോയി. എന്താ പറ്റിയ കൗസല്യേ? ഒന്നുമില്ല ദാസേട്ടാ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കില്ലല്ലോ. കാര്യം എന്താന്ന് വെച്ചാ പറ. എന്ത് പറയാന് ദാസേട്ടാ? സാഹചര്യത്തിനനുസരിച്ചുള്ള ഓരോ മനുഷ്യരുടെ മാറ്റങ്ങളെ വന്ന വഴി പോലും മറന്നു പോകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാ. കൗസല്യ ആരെക്കുറിച്ചാ ഈ പറയുന്നേ? വൈദേഹിയെക്കുറിച്ച്. ദാസേട്ടൻ ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ എത്ര നിഷ്കളങ്ക സ്വഭാവമായിരുന്നു. ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്നതിന്റെ മാതൃകയായിരുന്നു അവള്. ഇങ്ങനൊരു മരുമോളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് 100 തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ മരുമോളായതും അവളുടെ സ്വഭാവം മൊത്തം മാറിയിരിക്കുക. അതിന് തക്കവണ്ണം അവൾ എന്താ ചെയ്തേ? അവൾക്കൊരു പുതിയ നെക്ലസ് ഇടണമെന്ന് കൊതി തോന്നി. എന്നോട് ചോദിച്ച് 100 എണ്ണം വാങ്ങിച്ചു കൊടുക്കില്ലേ? പോട്ടെ, അമ്മായിയോട് ചോദിക്കാനുള്ള മടിയായിരിക്കാം. ദേവനോട് ചോദിച്ചൂടെ? പക്ഷെ അവൾ എന്താ ചെയ്തെന്നറിയോ? കൗസല്യമ്മയുടെ ഇളയ മരുമോള് ഒരു നെക്ലേസ് ഓർഡർ ചെയ്തിരുന്നേ, അത് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കൗസല്യയുടെ ഇളയ മരുമോള് കൗസല്യ അറിയാതെ ഒരു കൂട്ടാൻ പോലും വെക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ ഇത്രയും വിലയുള്ള ഒരു നെക്ലസ് അപ്പൊ നമ്മളെല്ലാരും ഒരു വള്ളത്തിൽ തന്നെയാ. നീ വിഷമിക്കൊന്നും വേണ്ട കൗസല്യ, ഞങ്ങളും ഉണ്ട് നിന്റെ കൂടെ. അഡ്ജസ്റ്റ് ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. പുറത്തു പറയാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ നടക്കടി. ദാസേട്ടൻ തന്നെ പറ, അവള് ചെയ്തതിൽ വല്ല ന്യായമുണ്ടോ? 5 ലക്ഷത്തിന്റെ കാര്യമല്ല, മറ്റുള്ളവർക്കോ കൊടുക്കേണ്ട സ്ഥാനത്തിന്റെ കാര്യമില്ലേ? സത്യത്തിൽ വൈദേഹി വേണം കൂടുതൽ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ. അനാഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ കയറ്റിയത്. നമ്മുടെ ആചാരങ്ങളെ പോലും മറന്നുകൊണ്ട് നമ്മൾ അവളെ സ്വീകരിച്ചതല്ലേ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? എന്നിട്ട് അവളെ പുല്ല് വില പോലും കൽപ്പിച്ചില്ല. ഇപ്പൊ നീയാ തെറ്റ് ചെയ്യുന്ന കൗസല്യേ. ആ നെക്ലസ് ഓർഡർ ചെയ്തത് വൈദേഹിയല്ല, ഊർമിളയാ.
വൈദേഹി തന്നെ പറഞ്ഞല്ലോ, ഊർമിളയുടെ ഫോണിൽ നിന്ന് അവളെ ഓർഡർ ചെയ്തെന്ന് സമ്മതിച്ചതുമല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ മാനം ആ കടക്കാരന്റെ മുന്നിൽ വെച്ച് പോകണ്ടെന്ന് വെച്ച് അവളങ്ങനെ പറഞ്ഞതാ. പക്ഷെ ഊർമിളേച്ചി അവിടെ നാണം കിടുമ്പോ ഈ കുടുംബത്തിനും കൂടി അതിന്റെ മാനക്കേട്. അതിനു മുന്നേ ജോലിക്കാരന്റെ കാര്യത്തിലും ചേച്ചി ഇത് തന്നെയാ ചെയ്തേ. അമ്മ എന്നെ 4 വഴക്ക് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? ഈ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാവാത്ത രീതിയിൽ ചേച്ചി എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സൂക്ഷിച്ചിരുന്നു. വൈദേഹി എത്ര നല്ലവളാണെന്നുള്ളത് നിനക്കറിയാലോ. പിന്നെ ഊർമിളയുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും അവള് പറഞ്ഞത് നീ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. വൈദേഹി എന്തുകൊണ്ടോ സ്വന്തം മരുമകളായിട്ട് അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാ അവളെക്കുറിച്ച് ആരെങ്കിലും ഒരു തെറ്റ് പറഞ്ഞ സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ അത് വിശ്വസിക്കുകയും അവളെ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ചിലപ്പോ അത് തന്നെയായിരിക്കും കാരണം. എനിക്കങ്ങനെ തോന്നിയാൽ അതിലെന്താ തെറ്റുദാസേട്ടാ? ദേവൻ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും നമ്മൾ അറിയാതെ അവൻ അവളെ കല്യാണം കഴിച്ചതുകൊണ്ടും മാത്രമല്ലേ നമ്മുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും മാറ്റിവെച്ച് എനിക്ക് അവളെ സ്വീകരിക്കേണ്ടി വന്നതാ. അറിയാതെ പറ്റിയൊരു കയ്യബദ്ധം. ഒരു അനാഥ ഇന്ന് കൊട്ടാരം വീട്ടിലെ മരുമകളായി നാളെ സന്തതികൾ ഉണ്ടാവുമ്പോ അവരുടെ വ്യക്തിശുദ്ധി പോലും നമുക്ക് പ്രവചിക്കാനാവില്ല. ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല. ആരത്തെ കൗസല്യേ, സ്വപ്നത്തെ പോലും നീ ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. പണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കരുത്.